വളരെ സോഫ്റ്റും സ്വാദിഷ്ടമായിട്ട് നിങ്ങൾക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കാൻ അറിയാവോ? അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് 10-15 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട്, കാരണം എൻ്റെ ചേട്ടൻ വയനാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 5 കിലോ പഴമാട്ടോ എടുത്തിട്ടുള്ളത്. 5 കിലോ പഴത്തിന് ഏകദേശം നമ്മൾ 1/2 കിലോയോളം മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. 1/2 കിലോ മൈദയും അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. 1/2 കിലോ നമ്മൾ മൈദ എടുത്തു. അതിനകത്തേക്ക് ഒരു വളരെ കുറച്ചിന് മാത്രം, ഒത്തിരി പഞ്ചസാര ഇടരുത്, നമുക്ക് ഇടുമ്പോൾ തന്നെ കറുപ്പായി പോകും. അപ്പോൾ വളരെ ചെറിയതായിട്ട് പഞ്ചസാര, ഒരു നുള്ളിന് മാത്രം, ഒരു കുഞ്ഞ് നുള്ളിന് മാത്രം ഒരു ചെറുതായിട്ട് ഉപ്പ് പൊടി, സോഡാപ്പൊടി ചേർക്കേണ്ട, സോഡാപ്പൊടി ചേർത്ത് അത് എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴേ കറുപ്പ് കളർ കയറി വരും. ഒരു ലൈറ്റായിട്ട് ഈസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്കത് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമുക്കിനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് ശരിക്കും കുഴച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറോളം വെച്ചിരിക്കണം കേട്ടോ. വെച്ചിരുന്നിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നന്നായിട്ട് അത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പഴംപൊരിയുടെ തൊലിയെല്ലാം ഭയങ്കരമായിട്ട് കടുപ്പമായിട്ടിരിക്കും. മഞ്ഞ കളറിന് വരും നമ്മൾ മഞ്ഞൾപ്പൊടിയായിട്ടോ ചേർത്തിരിക്കുന്നത്. ഒരുമാതിരി നല്ല കളർ കിട്ടും. ഒരുമാതിരി ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം, നല്ല ലൂസാക്കി കൊടുക്കരുത് കേട്ടോ. അന്നേരം പഴത്തിൽ നിന്നെല്ലാം നല്ല വിട്ടു പോകുന്ന പോലെയാവും. അപ്പോൾ പഴംപൊരിക്കുള്ള ഇത് ഇതുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല കൂട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ അത് ഒരു കൃത്യം അരമണിക്കൂർ നേരം വെച്ചിരിക്കണം കേട്ടോ. വെച്ചിരുന്നിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഇടുന്നത്. ഇതുണ്ടോ, കറക്റ്റ് ഇതേപോലെ നമ്മൾ ശരിക്കും നെയ്യപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേപോലെ തന്നെ ഇത്രയും ഇതായിട്ട് ഒറ്റ കട്ട പോലും ഇല്ലാതെ നന്നായിട്ട് എടുക്കണം. കട്ട ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ശരിക്കും പൊട്ടിത്തെറിക്കും, മുഖത്തേക്കൊക്കെ എണ്ണയാടും. അപ്പോൾ നമുക്ക് ഇതുപോലെയായിട്ട് തയ്യാറ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പഴംപൊരിക്കുള്ള കൂട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തു വെച്ചു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പഴം എങ്ങനെയാണ് കണ്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. പഴം കാണിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. നമ്മൾ തൊലിയോടുകൂടി പഴം കണ്ടിക്കണം. പഴമായിട്ട് ഉരിഞ്ഞെടുത്തിട്ട് കണ്ടിക്കരുതല്ലോ. തൊലിയോടുകൂടി കണ്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടും വളഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് ഷേപ്പൊക്കെ നല്ല നന്നായിട്ട് കിട്ടും. ഇത് തൊലിയോടുകൂടി വളരെ സ്പീഡിൽ കണ്ടിച്ചെടുക്കാം കേട്ടോ. എപ്പോഴും തൊലിയോടുകൂടി കണ്ടിക്കുന്നതാണ് പഴത്തിന് എളുപ്പം. അല്ലാതെ കണ്ടിക്കുമ്പോൾ ഒക്കെ നമുക്ക് പാടാണ്, കൈയെല്ലാം തെന്നിയെല്ലാം പോകും. സ്പീഡിൽ നമുക്ക് കണ്ടിച്ചെടുക്കാവേ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഞങ്ങൾ കടയിൽ സ്ഥിരം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്വദേശി തനിനാടൻ ഭക്ഷണശാലയിൽ ഇഷ്ടംപോലെ തീരുന്ന കേട്ടോ പഴംപൊരി. നല്ല മധുരമുള്ള നല്ല പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരിക്ക് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ശരിക്കും അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇനി കുറച്ച് ജീരകവും കൂടി എടുത്തിട്ടിട്ട് നന്നായിട്ട് കുഴച്ച്, നന്നായിട്ട് മാവ് ചെറുതായിട്ട് പൊളിച്ച പോലെ പൊങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും അടിച്ച് കുഴച്ചിട്ട് പഴംപൊരി ഇങ്ങനെ എടുത്തിട്ട് ശരിക്കും ഇങ്ങനെ
നല്ല സ്മൂത്തും നല്ല മധുരമുള്ള സ്വാദിഷ്ടമായ നല്ല പഴംപൊരി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കി എടുത്തു കേട്ടോ. നല്ല മധുരവും ടേസ്റ്റുമുള്ള നല്ല അടിപൊളി പഴംപൊരി കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. 4 മണിക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ഇതുണ്ടോ, നല്ല അടിപൊളി പഴംപൊരി നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളിയാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടോ ഞങ്ങളുടെ കടയിലെ പ്രത്യേകതയാണ്. നല്ല നല്ല കുടത്തിലുള്ള ചായയും നല്ല പഴംപൊരിയും ഒക്കെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.